സുന്ദരിയെ കാണിച്ചു തരാം. പറഞ്ഞത് ഞാൻ അന്ന് അങ്ങനെയായിരുന്നു. ഈ കണ്ണ് ഈ സൈഡിലോട്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സംഭവം വേറൊന്നല്ല, കുറേ ദിവസമായി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട്, കാരണം സംഗീതമായിട്ടും പോയതിന് ശേഷം നമ്മളൊരു വ്ളോഗ് ചെയ്തില്ല. അപ്പോൾ ചെയ്യാൻ എനിക്ക് ഇന്നൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ സംഗീതമായിട്ടിൻ്റെയും നമ്മുടെ ഫാമിലീൻ്റെ ഒരു 20 കൊല്ലം ബേക്കിലേക്ക് പോയാലോ എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല അല്ലേ? 20 കൊല്ലം മുമ്പ്, ഏകദേശം ഒരു 20 കൊല്ലത്തിനടുപ്പിച്ച് മുമ്പേ നടന്ന നമ്മുടെ ഫാമിലിയിലെ ഒരു കല്യാണ വീഡിയോ അവിചാരിതമായി നമുക്ക് കയ്യിൽ, അതായത് പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിലേക്ക് കിട്ടി, കാണാനിടയായി. അത് സംഗീതാട്ടം തന്നെ അന്ന് പോയി പെൻഡ്രൈവിലെല്ലാം ആക്കി സെറ്റാക്കി ഇവിടെ കൊണ്ടുവച്ചിന്. അപ്പോൾ അതിൽ കാണാൻ ഫുള്ള് കോമഡിയാണ്. എൻ്റെയും സംഗീതാട്ടൻ്റെ എല്ലാം പഴയ കുറേ ഒരു 20 കൊല്ലം മുമ്പ് നമ്മളെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കാണാം. അത് ഞാനുണ്ട്, അമ്മയുണ്ട്, സംഗീതാട്ടനുണ്ട്, അച്ഛനുണ്ട്, നമ്മുടെ ഫാമിലിയുടെ കംപ്ലീറ്റ് ആൾക്കാരെയും ഒരു പഴയ വീഡിയോ ആണ്. പക്ഷേ ഇവരാരും ഇല്ല കേട്ടോ, ഏട്ടത്തിയോ ഇവളോ ആരും ഇല്ല. അപ്പോൾ നമ്മളെ ആ വീഡിയോ തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എന്താ ഇതെല്ലാം പറഞ്ഞു നോക്കുമ്പോൾ താഴെ എത്തി നോക്കുന്നുണ്ട്. നാനേ എവിടെ പോന്നേ? നിങ്ങളെവിടെയും പോലെ കേട്ടാ, കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ആ വീഡിയോയിലേക്ക് പോവാം. ലാപ്പെല്ലാം ഞാനിവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ പെൻഡ്രൈവിലേക്ക് കുത്തണം. നമുക്ക് ആ വീഡിയോയിൽ ഓണാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒന്ന് കാണാം. അൻവി ഇടിയില്ല കേട്ടോ, അൻവി അപ്പുറം കളിക്കാൻ പോയിട്ടാവില്ല. കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾക്കെല്ലാം ഇന്ന് അവധിയാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് അൻവി ഇന്ന് ഫുൾ ടൈം അപ്പുറത്തുനിന്ന് കളി തന്നെയാണ്. ഇപ്പോൾ ഓനിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ആരാണെന്ന് ചോദിക്കുമ്പോൾ ഓൻ പറയുന്നത് കളക്ടർ എന്നാണ് കേട്ടോ. 2 ദിവസമായി ഇപ്പോൾ സ്കൂളിൽ പോകാണ്ട് ഇപ്പോൾ കളിച്ച് അർമാദിച്ച് നടക്കുന്നത്. അപ്പോൾ നമുക്കേതായാലും ഇവരെ രണ്ടാളെയൊന്നും കാണിക്കാനുള്ളത്. ഇപ്പം നമ്മളിത് പണ്ടേ കണ്ട വീഡിയോ ആണ്, പക്ഷേ ഇവർ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവരെ ആദ്യം വിളിച്ച് കൊണ്ടുപോയിട്ട് കാണിക്കാം. ഇവര് ഒന്നെങ്കിൽ വാ, ചെറിയൊരു പരിപാടി ഉണ്ട്. ഞാൻ മുടിയെല്ലാം കെട്ടിയിട്ട് റെഡി ആയിട്ട് ഇവിടെ ഇവിടെ മുഖത്ത് കുറച്ചായി നല്ല മാറ്റമുണ്ട് കേട്ടോ. നോക്കിയട്ടെ, എന്തോ മാറ്റമുണ്ട്, എന്തോ തേക്കുന്നുണ്ട് തോന്നല. നീ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്തിട്ട് വെറും വെള്ളം കഴിക്കത്തില്ല. എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. ഇതാണ് ന്യൂട്രിഡോമിന്റെ ഫോമിംഗ് ക്ലൻസർ. ഇത് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ എന്റെ സ്കിന്നിന് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ന്യൂട്രിഡോം ഫോമിംഗ് ക്ലൻസർ ഇറ്റ്സ് റിയലി വർക്കിംഗ്. ഇറ്റ്സ് സൂപ്പർ ജെന്റിൽ ബട്ട് സോ എഫക്റ്റീവ്. ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡേർട്ട്, ഓയിൽ, ഈവൻ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നു വിത്തൗട്ട് ഡ്രൈയിങ് ഔട്ട് ദ സ്കിൻ. സ്കിൻ ബ്രൈറ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയി സൂക്ഷിക്കുകയും ഒപ്പം സ്കിന്നിന് സ്ട്രെങ്ത് നൽകുകയും ചെയ്യുന്നു. ഓൾസോ ഇറ്റ് വർക്ക്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്, ഈവൻ സെൻസിറ്റീവ് വൺസ്. ഇപ്പൊ എന്നെ കാണാൻ നല്ല മാറ്റം തോന്നില്ലേ? നല്ല സോഫ്റ്റ് ആയി. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റും അതുപോലെ ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖം നല്ല സോഫ്റ്റ് ആയിരിക്കും. പാന്തനോൾ, വിറ്റാമിൻ സി പോലുള്ള സ്കിൻ നറിഷ് ചെയ്യുന്ന കണ്ടന്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും. ഇതാണ് എന്റെ സ്കിൻ സേവിയർ, ന്യൂട്രിഡോം മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഇത് വളരെ ലൈറ്റ് വെയിറ്റും അതുപോലെ ഡീപ്പ് ഹൈഡ്രേറ്റിംഗും ആണ്. ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആക്നെ സ്പോട്ട്, റെഡ്നെസ്, അതുപോലെ ഏർലി സൈൻ ഓഫ് ഏജിങ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യും. ഇതിന് വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് ദിവസം മുഴുവൻ നമ്മുടെ മുഖം കാം ആൻഡ് സോഫ്റ്റ് ആയിട്ട് വെക്കാൻ സഹായിക്കും. ഇതാണ് ന്യൂട്രിഡോമിന്റെ മാജിക്. നോക്കിയാട്ടെ, പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്രിഡോം ഇന്ത്യസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിൽ നിന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്കും കാര്യങ്ങളും യൂട്യൂബ് കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റിലും പിന്നീടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇവിടെ ബാക്കി എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്നാൽ ഇവരെന്ന പരിപാടി ഇടാ അല്ലടോ, നിങ്ങളെ കഴിഞ്ഞില്ല പരിപാടിനോ? തുടങ്ങണ്ടേ നമുക്ക്? അല്ല ഇച്ചൂട്ടി നടന്നു പോന്നേ. ഇരുന്ന് അവരെ ചന്ദ്ര തലക്കേറി പോകല്ലോ. ബാലവേല ചെയ്യിക്കുന്നു. അൻവിക്കൊപ്പം പരാതി ഏട്ടടുത്ത് എഴുതില്ലാട്ട് വിളിച്ചാട്ടാ. ഫ്ലൈങ് കിസ്സാ എന്റെ അമ്മേ.
അമ്മ ഫ്ലൈങ് കിസ് അടിച്ചു. ഫ്ലൈങ് കിസ് കൊടുത്തു. എല്ലാരും എന്നാ ഇങ്ങനെ ഇരുന്നെ കയറുന്ന പോലെ എല്ലാരും വളരെ ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുകയാണ്. ഈ സ്ക്രീനിലേക്ക് കണ്ട 20 വർഷം മുൻപുള്ള സുന്ദരിയെ കാണിച്ചു തരാം. അമ്മേടെ നടന്നോക്ക്. സായപ്പനുണ്ട്, അച്ഛനുണ്ട്. നീ കണ്ടില്ലല്ലേ? ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് എല്ലാരും കൂടി ഇരുന്നിട്ട് നമുക്ക് പഴയ സുന്ദരിയായത്, ഇപ്പോൾ സുന്ദരിയാണ്, പക്ഷെ എന്നാലും പഴയ കാലത്തെ അന്നത്തെ യുവ സുന്ദരിയെ നമുക്കിപ്പോ കാണാം. എനിക്കതിനുള്ള ഭാഗ്യമുണ്ട് പറയാൻ. അമ്മമാരെ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. അംബിക അന്തർജനം സംഗീതയുടെ പറയുന്ന പോലെ അമ്മയുടെ സൗന്ദര്യം നമുക്ക് ഇതിൽ കാണാം അല്ലേ? ഇത് നമ്മുടെ ആപ്പന്റെ കല്യാണത്തിന്റെ വീഡിയോ കേട്ടാ. ഇത് ഇപ്പോഴത്തെ കല്യാണം പോലെയല്ല. പണ്ടത്തെ കല്യാണം എന്ന് വെച്ചാല് കല്യാണം താലികെട്ട് കഴിഞ്ഞിട്ട് വണ്ടി കയറിയിട്ടാമോ ക്യാമറയോടെ ഓണാക്കി വെക്കും. ക്യാമറയോടെ ഓണാക്കിയിട്ട് വെക്കും. പിന്നെ ഇത് വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ ഇവര് ക്യാമറ ഓഫ് ആക്കൂ. ഏകദേശം അന്ന് ആടുന്ന് വീട്ടിലേക്ക് എത്താൻ, അതായത് കല്യാണം നടന്ന ആടുന്ന് വീട്ടിലേക്ക് എത്താൻ എത്ര സമയമുണ്ട് എന്നുള്ളത് ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. കാരണം അത്രയും സമയം ഫുള്ളിലുണ്ട്. നമ്മുടെ പുന്നാട് വഴിയെല്ലാം പോകുന്നുണ്ട് ഇതിലൂടെ. പുന്നാടിലെത്താനാകുന്നുണ്ട് ഇതിലൂടെ. പരിക്കളത്തുനിന്ന് പുന്നാടേക്കുള്ള റൂട്ട്, പണ്ടത്തെ റൂട്ട്. ഇതാ നമ്മളെ ഉളിക്കലിന്ന് ഇപ്പൊ ഏകദേശം ഇരുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അരമണിക്കൂറായി. വീഡിയോ ഇന്നും ഓഫ് ആയിട്ടില്ല ക്യാമറ. പണ്ടത്തെ എടുക്കലെന്ന് വെച്ചാൽ ഇങ്ങനെ പണ്ടത്തെ ഹൈറ്റൊക്കെ എടുക്കൽ ഇത് തന്നെയാണ്. ഇപ്പൊ എല്ലാം ചുരുക്കി ആകെ 2 മിനിറ്റ് 3 മിനിറ്റ് എല്ലാം വീഡിയോ ആക്കിയതല്ലേ. നമ്മുടെ കല്യാണത്തിൽ ഇതേപോലെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിലല്ല ഒരു ദിവസം മൊത്തം വേണ്ടി വരുമല്ല ക്യാമറ വീഡിയോ. എത്തിയില്ലടോ, ഇതാ പോന്നേ ഉള്ളൂ. ഇതാരാന്നറിയോ? ഇതാരാന്ന് ആരാത്? ഡൗട്ട് വന്നെങ്കിൽ ഇതാണ് മോളെ താര റാണി. കിട്ടില്ലല്ലേ? അല്ല ഇതണ്ട, ഈ മുഖം നോക്കിയാ. 1 2 3 സ്റ്റാർട്ട്. പണ്ടേ ലുക്ക്. ഈ മുഖം കണ്ടോ? ഈ മുഖം അതിനെന്താ കുഴപ്പല്ലേ? അന്നും ഞാൻ ഗ്ലാമറാന്ന്, ഇന്നും ഗ്ലാമറാന്ന്. എന്തോ എങ്ങനെ ഇതാരാണ്? ഐശ്വര്യ റയ്യ. ആ ഒരു നോട്ടം, ആ ഒരു ഭാവം സംഗീതം കൊടുത്തേനു. പണ്ടേ ഭക്തിയുടെ ഈ ഭക്തിമാർഗം അവന്റെ പണ്ടപ്പോ ഉണ്ട്. അവര് ഒരു കിലോമീറ്റർ കണക്കിന് ചന്ദനം ഇല്ല. ഞാനാ സംഗീതണ്ട് ഈ ചെവിക്കെല്ലാം തോന്നുന്ന പരിപാടി. ഞാൻ അങ്ങോട്ട് ചെവിയിലാണ് കാണാം. എല്ലാരും ശരിക്ക് കണ്ടോട്ടെ. ഞാൻ ഇത് ശരിക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ആരാത്? അപ്പൊ ഓരാ ഈ വീഡിയോ എടുക്കുന്നെങ്കിൽ എന്റെ മാത്രം കാണിക്കും. ഇവന്റെ കാണിക്കാതെ നൈസായിട്ട് ഒഴിവാക്കുക. പക്ഷെ ഞാൻ എല്ലാരെയും കാണിക്കും. നിങ്ങളത് നമ്മുടെ നാട്ടിലുള്ള വേറെ ആരെയോ ഇതിനകത്ത് ഉണ്ട് പറഞ്ഞു തരും. നമ്മുടെ നാട്ടിലുള്ള ആരെയോ കല്യാണത്തിന് അത് സംഗീതയുടെ പിന്നെ തപ്പിയിട്ട് കുറെ നടന്നിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് വിചാരിച്ചാ മതി. ചേട്ടാ നീ കണ്ടാ മോനെ? എന്റെ അച്ഛനാ ആപ്പനെ കണ്ടില്ല നീ? അത് അമ്മ അന്ന് വാങ്ങി തന്ന ഡ്രസ്സ് കഴിഞ്ഞ കൊല്ലം കാറ്റാ കളഞ്ഞ. അന്നും ഫിറ്റ് ചെയ്യുന്നു. ജുബ്ബ പോലത്തെ ഒരു ബനിയനും മേടിച്ച് അതിന്റെ കല്യാണത്തിന്. ഞാൻ പറയുന്നില്ല, കൊറേ കാലാ, കൊറേ വർഷങ്ങൾ. അല്ല അന്ന് ഞാനിതാ ഈട്ട ബനിയനില്ലേ, അന്ന് വാങ്ങി തന്ന ബനിയനെ ഞാൻ ഏകദേശം ഒരു 10 കൊല്ലം കഴിഞ്ഞാലാണ് ആ ബനിയൻ കളഞ്ഞ. സൂക്ഷിച്ചു വെച്ചൊന്നല്ല, അത് അന്ന് വാങ്ങി ആ കല്യാണത്തിന് ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഇടാൻ പറ്റിയ സൈസ് കിട്ടിയില്ല. അത് അന്നെന്തോ പിന്നെ പുതിയ തന്നെ ഇടണം എന്ന് പറഞ്ഞോണ്ട് അന്ന് ഞാൻ ഇട്ടേ ഉള്ളൂ. അത് ഇൻസൈഡെല്ലാം ആക്കിയിട്ട് അയച്ചു വെച്ചിട്ട് മുട്ടിന്റെ അത്ര പേര് ഇട്ടേനു. അത് പക്ഷെ ഇപ്പല്ലേ ഈ മറ്റേ ഇതെല്ലാം വന്നേ, ഫൈസ്ലീവ് എല്ലാം വന്നേ. ഞാൻ അന്ന് അങ്ങനെയായിരുന്നു ഫുൾ ഓവർ സൈസ് മാത്രം പറഞ്ഞാൽ പോരാ. അമ്മ പണ്ട് മുൻകൂട്ടി കണ്ടിട്ട് അന്ന് എനക്കത് വാങ്ങി തന്നു. എന്നിട്ട് അത് വിട്ടിട്ട് ഞാൻ എന്നാ കല്യാണത്തിന് പോയ പോക്ക്.
6 മിനിറ്റ് ആയി കേട്ടാ. ഇത് വരെ കല്യാണ വീഡിയോ തുടങ്ങിയില്ല. തുടങ്ങിയത് ആപ്പനത് അങ്ങനെ കണ്ണാടിയിലൂട്ടില്ല നടന്നു വരുന്നത്. അന്നത്തെ ഗ്രാഫിക് എന്ന് പറഞ്ഞ അന്നത്തെ ഹൈടെക് സാധനം ഇത് കേട്ടാ. അന്നത്തെ ഹൈടെക്. ഇനിതാ പന്തല് കാണിക്കുന്നത് ഇത് കണ്ട. അടുത്തത് നമ്മുടെ പന്തല് കാണിക്കലേ. ഞാൻ ആരും കളിയാക്കുന്നല്ല കേട്ടാ. പക്ഷെ ഇപ്പം കാണുമ്പോ നമുക്ക് ഇതെല്ലാം ഒരു രസാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കല്യാണ പന്തൽ. അത് അതിലൂടെ നടന്നു വരുന്ന കേട്ടോ സ്ലോ മോഷനിൽ. അതാണ് ഞാൻ. നമ്മളെ ക്യാമറ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഇത് നമ്മളെ തന്നെ എടുക്കുക. അല്ല ഇന്നത്തെ കാലത്ത് പെമ്പിള്ളറെ കാണുമ്പോ സൂം ചെയ്യുന്നില്ല. അതുപോലെ അന്ന് എന്നെ കാണുമ്പോ ക്യാമറയിൽ ഒരേ സൂമിങ് ആണ്. ഞാൻ അടിയുടെ ആടെ ക്യാമറ സൂമിങ് ആണ്. എന്റെ നാട്ടിലെ ഏതെങ്കിലും കല്യാണത്തിന് തപ്പിയാൽ ഇതേപോലെ കിട്ടും കേട്ടാ. ഇനിയും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് അതങ്ങ് വീഡിയോ എടുക്കൽ തന്നെ. വേറെ എന്നാ പരിപാടി? വേറെ പരിപാടി എല്ലാരോടും പറയുന്നുണ്ട് ഓനങ്ങ് എത്തിന്ന് കേട്ടാ. ഈ കണ്ണ് ഈ സൈഡിലോട്ടാക്കി ഒന്നും ഇങ്ങനെ കാണുന്നില്ല. വിചാരിച്ച് ഓക്കെ ഇത് കൂടി കിട്ടിയോണ്ട് എല്ലാരും പൂർത്തിയായല്ലോ. സമാധാനായി ഞങ്ങക്ക്. എന്നാ ഓക്കെ. അതെ നോക്കടാ. ചന്ദനക്കുറിയണം തൊട്ട് നിഷ്കളങ്കനായ യുവാവ്. ഇവനെന്നെ സഹിക്കുന്നില്ല. ഇവൻ കുറെ നേരമായി ലാപ്പ് അടിച്ചു കൂട്ടിക്കാൻ നോക്കുന്നു. എനിക്ക് സഹിക്കുന്നില്ല നോക്ക്. ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല. പിന്നെ ഈ ഒരു പഴയ ഒരു പെൻഡ്രൈവ് കിട്ടിയാലും പഴയ വീഡിയോ കിട്ടിയാലും ഒന്ന് വെറുതെ ഒന്ന് കാണാന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച്. കല്യാണ വീഡിയോ മൊത്തം കാണിക്കുന്നതല്ല, നമ്മളെ മാത്രം കാണിച്ചതാണ്. നമ്മൾ മാത്രമേ അതിലുള്ളൂ. ഞാനും അമ്മയും ഏട്ടനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനിപ്പോഴും ആറ്റ പറഞ്ഞാ അപ്പൊ വെറുതെ ഒരു രസത്തിന് വേണ്ടി എടുത്തിയാണ്. അൻവിക്ക് എന്റെ അച്ഛനെ പണ്ടത്തെ രൂപത്തിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തത് അല്ലേ മീ? അപ്പൊ ഉമ്മ അപ്പൊ നമുക്കിനി അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ.